ഹായ് നമസ്കാരം. ഞാൻ ആദ്യം തന്നെ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ സിമി. ഞാൻ ആദ്യമായിട്ട് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കോളേജ് അധ്യാപികയായിട്ടായിരുന്നു. ശേഷം ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 2 മാസം മുന്നെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇനി എൻ്റെ യൂട്യൂബ് ജേർണി പറയുകയാണെന്നുണ്ടെങ്കിൽ 2020, അതായത് ആ കൊറോണ കാലഘട്ടത്തിൽ എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിച്ചതാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷേ എനിക്ക് എന്നെ തന്നെ എല്ലാവരുടെയും മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, ക്യാമറയുടെ മുന്നിൽ ഞാൻ ഓക്കെ ആണോ, പ്രസൻറ്റബിൾ ആണോ എന്നൊക്കെയുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മയില്ലേ, അത് കാരണം മാത്രമാണ് ഞാൻ ആ സമയത്ത് നമ്മളുടെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യാതിരുന്നത്. ശേഷം ഞാൻ നമ്മളുടെ ഈ ചാനൽ കുക്കു കുക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കുക്കിംഗ് ചാനലായിട്ട് സ്റ്റാർട്ട് ചെയ്തു. കുക്കിംഗ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മളുടെ കൈ മാത്രമേ കാണുള്ളൂ, അതുപോലെ നമ്മൾ കുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം കാണിച്ചാൽ മതി. അങ്ങനെയാണ് നമ്മളുടെ ഈ ചാനലിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. കുക്കു കുക്സ് എന്നായിരുന്നു ഈ ചാനലിൻ്റെ ആദ്യത്തെ പേര്. ശേഷം 2026, അതായത് ഈ വർഷം ജനുവരി ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് എനിക്ക് എൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻസ് വന്നു. ഇല്ല, ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് ഞാൻ വീണ്ടും നമ്മളുടെ ഈ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. തുടക്കക്കാരിയാണ് എന്നുള്ള കാരണം കൊണ്ട് മാത്രം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. ജസ്റ്റ് ഒന്ന് കാണുക, ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെൻ്റെ റിക്വസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ മറ്റുള്ളവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം 100% ഉറപ്പാണ് പാരൻസിന് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം ഈ വർഷം ജൂൺ മാസമാണിത്, സ്കൂളുകളൊക്കെ തുറന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും പാരൻസിന് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് താല്പര്യം കുറവാണോ? അവർക്ക് പൊതുവേ പരീക്ഷകളിൽ മാർക്ക് കുറവാണോ? വായിക്കാൻ എന്തെങ്കിലും പറയുന്ന സമയത്ത് അവരത് ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കാറുണ്ടോ? എനിക്ക് വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പേടിക്കാറുണ്ടോ? ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? പൊതുവേ ഇങ്ങനെയുള്ള സമയത്ത് പാരൻസ് പറയാറുള്ളതാണ്, അവൻ പഠിക്കാൻ മടിയനാണ്, അവന് പഠിക്കാൻ കഴിവില്ല എന്നാണ് പാരൻസ് കൂടുതലും പറയാറുള്ളത്. അവന് ഫോണിൽ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, പക്ഷേ പുസ്തകം എടുത്തൊരു 5 മിനിറ്റ് വായിക്കാൻ പറഞ്ഞാൽ അവന് മടിയൻ, അതുപോലെ അവൻ മറ്റുള്ള കുട്ടികളെ പോലെ അല്ല, അവൻ കുറച്ച് പിന്നിലോട്ടാണ് എന്ന് പാരൻസ് തന്നെ പൊതുവേ പറയാറുണ്ട് അല്ലേ? യഥാർത്ഥത്തിൽ അത് തന്നെയാണോ അവൻ്റെ പ്രശ്നം? പഠിക്കാൻ പിന്നിലായതാണോ, അല്ലെങ്കിൽ അവൻ്റെ പഠന രീതി ശരിയാകാത്തതാണോ പ്രശ്നം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം യഥാർത്ഥത്തിൽ അവൻ പഠിക്കാൻ മടിയനായിരിക്കില്ല, നേരെ മറിച്ച് അവൻ്റെ പഠന രീതി വ്യത്യസ്തമായിരിക്കും, മറ്റുള്ള കുട്ടികളിൽ നിന്നും തീർച്ചയായിട്ടും വ്യത്യസ്തമായിരിക്കും. അതായത് ഒരു കാര്യം 10 തവണ വായിച്ചിട്ടും അല്ലെങ്കിൽ 20 തവണ വായിച്ചിട്ടും അവൻ്റെ മനസ്സിലിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, വീണ്ടും വീണ്ടും അവൻ വായിക്കുമ്പോൾ സ്പെല്ലിങ് മിസ്റ്റേക്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, കണക്കുകൾ എത്ര പറഞ്ഞു കൊടുത്താലും അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അവന് തീർച്ചയായിട്ടും പഠന വൈകല്യമായിരിക്കും. പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലായ്മയോ ബുദ്ധിക്കുറവോ അല്ല കേട്ടോ, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പഠന വൈകല്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് അവരുടെ പഠന രീതി കുറച്ച് വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. അതെന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കണം. ഇനി പഠന രീതി വ്യത്യസ്തമാണെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഓരോ കുട്ടികളും പഠിക്കുന്ന രീതികൾ വ്യത്യസ്തമാണ്. ചില കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതിയാവും, അത് കേൾക്കുമ്പോൾ തന്നെ അവർ മനസ്സിലാക്കി വെക്കുകയാണ് അല്ലേ? ചില കുട്ടികൾക്ക് എഴുതി എഴുതി പഠിച്ചാൽ മാത്രമാണ് അവർക്ക് ഓർമ്മയിലിരിക്കുള്ളൂ. ചില കുട്ടികൾക്ക് വീണ്ടും വീണ്ടും വായിച്ച് വായിച്ച് പഠിച്ചാലാണ് അവരുടെ മനസ്സിലിരിക്കുള്ളൂ. കുട്ടിക്ക് ഏത് രീതിയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ചില കുട്ടികൾക്ക് വിഷ്വലായിട്ട് അവർ മനസ്സിലാക്കുമ്പോഴാണ് അവരുടെ മനസ്സിലേക്ക് ഇരിക്കുക. ഇനി ചില കുട്ടികളാണെങ്കിൽ അധ്യാപകരെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അതിഗംഭീരമായിട്ട് ആൻസർ ചെയ്യും, പക്ഷേ അവരുടെ പരീക്ഷാ ഫലം വരുന്ന സമയത്ത് നല്ല മാർക്ക് കുറവായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാനറിയാം, അത് എഴുതി അതുപോലെ ഫലിപ്പിക്കാനായിട്ട് അറിയില്ല. അപ്പോൾ കുട്ടിയുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ മാതാപിതാക്കൾ മനസ്സിലാക്കുക, അവരോട് ചോദിച്ച് തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു വീട്ടിൽ ഒരു കുട്ടി, അവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, അവൻ്റെ റിസൾട്ട് വളരെ മോശമാണ്. അവൻ്റെ പാരൻസ് അവനെ എപ്പോഴും ബ്ലെയിം ചെയ്യുന്നത്, നീ അടുത്തുള്ള കുട്ടിയെ കണ്ടോ, അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ കണ്ടോ, നിൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്ത് ആ കുട്ടിയെ നന്നായിട്ട് വഴക്ക് പറയായിരുന്നു. പിന്നീട് അവരെ ചെക്ക് ചെയ്ത സമയത്താണ് മനസ്സിലായത് അവൻ യഥാർത്ഥത്തിൽ പഠന വൈകല്യമായിരുന്നു ഉണ്ടായിരുന്നതെന്ന്. തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കാതെയാണ് പല പാരൻസും കുട്ടികളെ വഴക്ക് പറയാറുള്ളത് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആൽബർട്ട് ഐൻസ്റ്റൈൻ അല്ലേ? ജീനിയസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആദ്യം വരുന്നത് അദ്ദേഹത്തിൻ്റെ മുഖമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് വലിയ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. സാധാരണ കുട്ടികളെ പോലെ തന്നെ പഠിക്കുന്ന, സാധാരണ മാർക്കുകൾ വാങ്ങിക്കൊണ്ടിരുന്ന ഒരു കുട്ടി തന്നെയായിരുന്നു. മാത്രമല്ല അദ്ദേഹം വളരെ വൈകിയാണ് സംസാരിച്ച് പോലും തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിൽക്കാലത്ത് ഇന്ന് നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ജീനിയസ് എന്നുള്ളൊരു ചിന്തയായിരിക്കും അല്ലേ? ടോം ക്രൂസ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ടോം ക്രൂസിന് തൻ്റെ ചെറുപ്പകാലത്ത് വായിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്കൂൾ പഠനകാലം എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടേറിയൊരു കാലഘട്ടമായിരുന്നു.
പക്ഷെ അദ്ദേഹം അവിടെ കൊണ്ട് വിട്ട് കളഞ്ഞില്ല. ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു നായകനായിട്ട് മാറിയിട്ടുണ്ട് ടോം ക്രൂസ് എന്ന് പറയുന്ന വ്യക്തി. സോ നമ്മൾ നമ്മളുടെ കുട്ടികളുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയുക. പഠന രീതി വ്യത്യസ്തമാണെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കുക. അതിനാദ്യം നമ്മൾ ചോദിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം അവരോട് ചോദിക്കുക. അതുപോലെ നമ്മൾ അവരുടെ ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക, സംസാരിക്കുക. എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളുമായിട്ടും കമ്പയർ ചെയ്യുന്ന നമ്മളുടെ സ്വഭാവം നമ്മളങ്ങ് നിർത്തുക. കാരണം എപ്പോഴും നമ്മൾ പാരൻസ് ചെയ്യാറുള്ളത് കമ്പാരിസൺ ആണ്. ആ കുട്ടിയെ നോക്കൂ, ഈ കുട്ടിയെ നോക്കൂ, അങ്ങനെ പഠിക്കൂ, ഇങ്ങനെ പഠിക്കൂ എന്ന്. അങ്ങനെ പറയുന്ന സമയത്ത് അവനിൽ തന്നെ വിശ്വാസമില്ലാതെ ആയി പോവുക ചെയ്യുന്നത്. സോ അതുകൊണ്ട് കമ്പാരിസൺ എന്നുള്ളത് നമ്മൾ ആദ്യം നിർത്തുക. അതുപോലെ അവരുടെ ചെറിയ വിജയങ്ങൾ പോലും നമ്മൾ അഭിനന്ദിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് വീണ്ടും വീണ്ടും നല്ലതുപോലെ പഠിക്കാനും നല്ലതുപോലെ മാർക്കൊക്കെ വാങ്ങാനും തോന്നുക. നമ്മളെപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരുന്നാൽ അവരുടെ ആ ഒരു പഠിക്കാനുള്ളൊരു ആഗ്രഹം കുറയുകയുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് വേണം, അവരെ എൻകറേജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരു കുട്ടിയുടെ മാർക്ക് കുറയാം, പക്ഷെ അവൻ്റെ മൂല്യം ഒരിക്കലും കുറയില്ല. ഒരു കുട്ടിയുടെ പഠന വേഗം വേണമെങ്കിൽ കുറയാം, പക്ഷേ അവൻ്റെ സ്വപ്നങ്ങൾ ഒരിക്കലും കുറയാനായിട്ട് പാടില്ല. ടോം ക്രൂസിന് വായിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീനെ സാധാരണ ഒരു കുട്ടിയായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. ഇന്ന് രണ്ടുപേരും പ്രഗത്ഭരായ രണ്ട് വ്യക്തികളാണ്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ മാർക്കായിരിക്കില്ല നാളത്തെ കുട്ടിയുടെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുട്ടികളെ നിരന്തരം എൻകറേജ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അവരുടെ പ്രശ്നങ്ങളെ ചോദിച്ച് തന്നെ മനസ്സിലാക്കുക കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.